ഹായ് ഫ്രണ്ട്സ്, LBS BSc നഴ്സിംഗ് കോഴ്സസിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് നാളെയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നലെയായിരുന്നു സമയം. അതേസമയം ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിനും അതോടൊപ്പം വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പോഴും വെബ്സൈറ്റിൽ കാണുന്നുണ്ട്. ആവശ്യമുള്ളവർക്കത് ഉപയോഗപ്പെടുത്താം. മാത്രമല്ല, പുതിയ കോളേജസ് വരുവാണെങ്കിൽ അതിലേക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എല്ലാ കുട്ടികളും, അതായത് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് അപ്ലൈ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. വേറൊരു കാര്യം, ഇപ്പോൾ അതായത് ഓൾറെഡി നിലവിലുള്ള മുന്നേ ഓപ്ഷൻ കൊടുത്ത കോളേജിലേക്ക് വീണ്ടും ആർക്കെങ്കിലും ഓപ്ഷൻ കൊടുക്കണം തോന്നിയാൽ ഇപ്പോൾ നടക്കുന്നതല്ല. അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും പിന്നീടാണുള്ള അവസരം കിട്ടുക. ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് നാളെ വരുന്നത്. പുതിയ കോളേജ് വന്നാൽ മാത്രമേ അവയും കൂടി പരിഗണിക്കാനുള്ളൊരു അവസരം നമുക്ക് തരികയുള്ളൂ. അപ്പോൾ അതേസമയം നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും വേണ്ട എങ്കിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യം കിട്ടുമ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കോളേജ് ജോയിനിങ് ആവശ്യമില്ല. കോളേജ് ജോയിനിങ് ഈ മാസം അവസാനവും അടുത്ത മാസവുമായിട്ടാണ് നടക്കുന്നത്. എല്ലാം ഷെഡ്യൂൾ LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ അലോട്ട്മെൻറ്റൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ LBSൻ്റെ അലോട്ട്മെൻറ്റും ക്ലാസ്സും ഒക്കെ അതുമായി ഡിപ്പെൻഡ് ചെയ്ത് പോകും. കാരണം ഇവിടെ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത പലരും മറ്റിടത്തേക്കൊക്കെ മാറിപ്പോകാൻ, അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സസിലേക്കൊക്കെ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുപോലെ BPharm കോഴ്സസിലേക്കും. അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇനിയും കാലതാമസം ഉണ്ടാകും. പറഞ്ഞ ഡേറ്റിന് പോലും മുൻവർഷങ്ങളിലൊന്നും കൃത്യമായി നടന്നില്ല, പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും നാളെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക്, അതോടൊപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് അത് സന്തോഷമുള്ള ഒരു അലോട്ട്മെൻറ്റ് ആയിരിക്കട്ടെ നാളെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.